dear students, welcome back to ISKC English. Okay, dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ്സ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫാർദർ എന്നുള്ളതും ഫർദറും. ഫാദർ അല്ല, ഫാർദർ. ഫാർദർ നമ്മൾ ഫാർത്തസ്റ്റ് എന്നൊക്കെ പറയില്ല, ഫാർ. അപ്പൊ ഫാർദർ എന്നുള്ള അഡ്ജക്റ്റീവും അതുപോലെ തന്നെ ഫർദർ എന്നുള്ള അഡ്ജക്റ്റീവും. കാരണം നമ്മുടെ ടോപ്പിക് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സിന്റെ യൂസേജ് ആണ്. അപ്പൊ അതിൽ വരുന്ന രണ്ട് അഡ്ജക്റ്റീവ്സ് ആണ് ഏതൊക്കെയാ? ഫാർദറും അതുപോലെ തന്നെ ഫർദറും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫാർദർ. ഞാൻ നേരത്തെ പറഞ്ഞു ഫാർ, ഫാർദർ, അതുപോലെ തന്നെ ഫാർത്തസ്റ്റ് അല്ലേ. എന്തായി ഫാർദർ എന്ന് പറഞ്ഞാൽ? ഫാർദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം കാണിക്കുന്നതാണ്. എന്താണ്? ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണിക്കുന്നത്. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. നോക്കൂ, ഫാർദർ എന്നുള്ളത് ഡിനോട്ട്സ് ഡിസ്റ്റൻസ്, ദൂരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ ആണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഈസ് ഫാർദർ ദാൻ. ബാംഗ്ലൂർ ഈസ് ഫാർദർ ഫ്രം മൈ ഹോം. ബാംഗ്ലൂർ ഈസ് ഫാർദർ ഫ്രം മൈ ഹോം. എൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഈസ് ഫാർദർ, ഫാർദർ ഫ്രം മൈ ഹോം. ഇനി ഫർദർ. ഫർദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻസ് അഡീഷണൽ എന്നാണ്. ഇതിനു പുറമെ. ഫർദർ എന്ന് പറഞ്ഞാൽ ഫർദർ, അഡീഷണൽ. അഡീഷണൽ എന്ന് പറഞ്ഞാൽ പുറമെ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതിനു പുറമെ. നമുക്ക് എക്സാമ്പിൾ നോക്കാം, വ്യക്തമാകുന്നു കൂടി. The court has ordered a further investigation into the corruption case. അതായത് ഈ കറപ്ഷൻ കേസിൽ, അഴിമതി കേസിൽ കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. അതിനു പുറമെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ. അതായത് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ചില കോടതി വിധി നമുക്ക് കേട്ടില്ലേ, നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കോടതിക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്ത്? ദ കോർട്ട് ഹാസ് ഓർഡേർഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, അതിലുപരി, അതിനു പുറമെ പുതിയ അന്വേഷണം. അപ്പൊ ഫർദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അഡീഷണൽ, ഉള്ളതിനു പുറമെ. അതായത് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷെ കോടതിക്ക് അത് പോരാ, അത് ബോധ്യമല്ല. അപ്പൊ ഫർദർ, അതിലുപരിയായിട്ട് കേട്ടോ. ഇനി അടുത്തത് മെനി. എ ഗ്രേറ്റ് മെനി, മെനി, മെനി എ മച്ച്. 4 ഒന്നാമത്തേത് മെനി. ഇതെല്ലാവർക്കും അർത്ഥം അറിയുന്നതാണ്. മെനി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ്സ് എ ലാർജ് നമ്പർ യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്. മെനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് നമ്പർ എന്നാണ്, ഒരുപാട്, ലാർജ് നമ്പർ. അപ്പൊ മെനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാർജ് നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല മെനി എന്നുള്ളത് യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് മെനി യൂസ് ചെയ്യുക. കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത് കേട്ടോ. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണാവുന്ന സാധനങ്ങളില്ലേ. ഇവ പേന, പെൻസിൽ, ബുക്ക്, ഇതൊക്കെ എണ്ണാം. അതായത് ഇപ്പൊ 10 പേന ഉണ്ടെങ്കിൽ നമുക്കത് എണ്ണി തിട്ടപ്പെടുത്തി കൂടെ. അപ്പൊ ഇവയ്ക്കാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ എണ്ണത്തെ സൂചിപ്പിക്കുക. എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ, ഒരുപാടുണ്ട്. എക്സാമ്പിൾ ശ്രദ്ധിക്കൂട്ടോ. There are many books in the library. ലൈബ്രറിയിൽ ധാരാളം ബുക്സ് ഉണ്ട്. ലൈബ്രറിയിൽ ഒരുപാട്. There are many books, ഒരുപാട് ബുക്സ്. ഇവിടെ മെനിക്ക് ശേഷം വന്ന ബുക്സ് ആണ് എന്ത്? കൗണ്ടബിൾ നൗൺസ് കേട്ടോ. ഇനി അടുത്തത് എ ഗ്രേറ്റ് മെനി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മെനി, ഇനി അടുത്തത് എ ഗ്രേറ്റ് മെനി. എ ഗ്രേറ്റ് മെനി എന്നുള്ളതിന്റെ മീനിങ് എ ലാർജ് നമ്പർ എന്നാണ്. ഒരുപാട് തന്നെയാണ്. ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട്. നോക്കൂ എക്സാമ്പിൾ. എ ഗ്രേറ്റ് മെനി ബോയ്സ്. എ ഗ്രേറ്റ് മെനി ബോയ്സ് വാച്ച്ഡ് ദ മാച്ച്.
ഒരുപാട് ആൺകുട്ടികൾ മാച്ച് വാച്ച് ചെയ്തു. എ ഗ്രേറ്റ് മെനി ബോയ്സ്, അതിനർത്ഥം ഒരുപാട് ആൺകുട്ടികൾ എന്നാ. എ ഗ്രേറ്റ് മെനി ബോയ്സ് വാച്ച്ഡ് ദ മാച്ച്. ഇനി അടുത്തത് മെനി എ എന്നുള്ളതാ. മെനി എ ഇതിനർത്ഥം മീൻസ് സെവറൽ എന്നാണ്. മീൻസ് സെവറൽ. അപ്പൊ നോക്കുക, എ ഗ്രേറ്റ് മെനി, അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് പ്ലൂരൽ നൗൺ ആണ്. കൗണ്ടബിൾ ആണ്, പക്ഷെ പ്ലൂരൽ ആണ്. there are many, മെനിക്ക് ശേഷം എ ഗ്രേറ്റ് മെനി ബോയ്സ് പ്ലൂരൽ ആണ്. എന്നാൽ മെനി എ അതിനർത്ഥം എന്താണ്? ഒരുപാട് എന്നാണ്. മെനി എ സോൾജിയർ, അതിനുശേഷം വന്നത് മെനി എ സിംഗുലർ ആണ് കേട്ടോ. മെനി എ സോൾജിയർ വാസ് കിൽഡ് ഇൻ ദ വാർ. യുദ്ധത്തിൽ ഒരുപാട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ഒരുപാട് പട്ടാളക്കാർ കേട്ടോ. ഇനി അടുത്തത് മച്ച്. മച്ച് യൂസ്ഡ് ടു റെപ്രസെന്റ് ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലും അളവ്, എത്ര ഉണ്ട്, ക്വാണ്ടിറ്റി. നോക്കൂ, എക്സാമ്പിൾ, ഹറി അപ്പ്, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഹറി അപ്പ്, പെട്ടെന്നാവട്ടെ, ധൃതി. അതായത് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം, നമുക്ക് ഒരുപാട് സമയമില്ല, ധൃതി, പെട്ടെന്നാവട്ടെ. നോക്കിനി അടുത്തത് പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് അഡ്ജക്റ്റീവിന്റെ പൊസിഷൻ. അഡ്ജക്റ്റീവ് എന്തിന്റെ കൂടെ വരിക എന്ന് നമുക്കറിയാം, നാമത്തിന്റെ കൂടെ. അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവിന്റെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് രണ്ട് പൊസിഷനിൽ വരും. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നാമത്തിന്റെ മുന്നേ, അതായത് അഡ്ജക്റ്റീവ് ആദ്യം പറയും കേട്ടോ. രണ്ടാമത്തേത് നാമം കഴിഞ്ഞിട്ട്, അതായത് വെർബിന് ശേഷം. നാമം കഴിഞ്ഞ് വെർബ് അതിന് ശേഷം. ഇതാണ് അഡ്ജക്റ്റീവിന്റെ രണ്ട് പൊസിഷൻ. പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്. അപ്പൊ ഈ രണ്ട് പൊസിഷൻ ഉണ്ട്. ഇതനുസരിച്ചിട്ട് ഈ രണ്ട് പൊസിഷനിൽ വരുന്ന അഡ്ജക്റ്റീവ്സിന് രണ്ട് പേരുകളുണ്ട്. ആട്രിബ്യൂട്ടീവ്, അതുപോലെ തന്നെ പ്രെഡിക്കേറ്റീവ്. ആട്രിബ്യൂട്ടീവ്, അതുപോലെ പ്രെഡിക്കേറ്റീവ്. അതായത് നാമത്തിന്റെ മുന്നില്, നൗണിന്റെ മുന്നില്, നൗണിനോട് ചേർന്ന് വരുന്നതിനാണ് നമ്മൾ ആട്രിബ്യൂട്ടീവ് എന്ന് പറയാം. അതായത് നൗണിന്റെ കൂടെ, നൗണിന്റെ മുൻപില്, നൗണിനെ പ്രിസീഡ് ചെയ്തിട്ട് നൗണിന്റെ മുൻപിൽ വരുമ്പോൾ അത്തരത്തിൽ വരുന്നതിനാണ് നമ്മൾ ആട്രിബ്യൂട്ടീവ് എന്ന് പറയാം. എന്നാൽ നാമം കഴിഞ്ഞിട്ട് വരിക. ഈ നാമം എന്ന് പറയുമ്പോൾ സെന്റൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് ആയി. കാരണം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു സെന്റൻസിൽ വെർബും പിന്നെ വരുന്നതിനാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. അപ്പോൾ നാമം കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നതിന് നമ്മൾ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്നും പറയും. പ്രെഡിക്കേറ്റീവ്. അപ്പൊ ആട്രിബ്യൂട്ടീവും ഉണ്ട്, പ്രെഡിക്കേറ്റീവും ഉണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ആൻ അഡ്ജക്റ്റീവ് വിച്ച് പ്രസീഡ്സ് ദ നൗൺ മോഡിഫൈയിങ് ഇറ്റ്. അതായത് ഒരു അഡ്ജക്റ്റീവ്, ആ അഡ്ജക്റ്റീവ് മോഡിഫൈ ചെയ്യുന്ന നാമം ആ നാമത്തിന്റെ മുന്നിൽ വരുന്നു. അപ്പൊ അഡ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു? നാമത്തെ പ്രസീഡ് ചെയ്യുന്നു, മുന്നിൽ വരുന്നു. അതായത് അഡ്ജക്റ്റീവ് വിച്ച് പ്രസീഡ്സ് ദ നൗൺ മോഡിഫൈയിങ് ഇറ്റ്. ആ അഡ്ജക്റ്റീവ് മോഡിഫൈ ചെയ്യുന്ന നാമം. ഏത് നാമത്തിന്റെ വിശേഷണമായിട്ടാണോ അഡ്ജക്റ്റീവ് വരുന്നത് ആ നാമത്തിന്റെ മുന്നിൽ വരിക. അങ്ങനെ വരുമ്പോഴാണ് ആ അഡ്ജക്റ്റീവിനെ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. എക്സാമ്പിൾസ്, എ വയലന്റ് മോബ്. മോബ് എന്നുള്ള നൗണിനെയാണ് എന്ത് ചെയ്യുന്നത്? മോഡിഫൈ ചെയ്യുന്നത്. മോബ് എന്ന നൗണ്, ജനക്കൂട്ടം. ആ മോബ് എന്ന് പറയുന്ന നൗണിനെ പ്രസീഡ് ചെയ്തു, അതിന്റെ മുന്നിൽ വന്നു എ വയലന്റ് ആയിട്ടുള്ള. ഇവിടെ വയലന്റ് എന്നുള്ളതാണ് എന്ത്? അഡ്ജക്റ്റീവ്. ഇനി അടുത്തത് സിൻസിയർ ഓഫീസർ. അതായത് ഓഫീസറിന്റെ മുൻപിൽ സിൻസിയർ. Then snow clad mountains. മൗണ്ടെയിൻസ് എന്നുള്ളതാണ്. മൗണ്ടെയിൻസ് എന്നുള്ളത് ആ മൗണ്ടെയിൻസിന്റെ മുന്നിൽ സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ്, മഞ്ഞു മൂടിയ മലകൾ. സ്നോ ക്ലാഡ്, അതായത് ഇവിടെ മൗണ്ടെയിൻ എന്നുള്ളതാണ് നൗണ്. ആ നൗണിനെ മോഡിഫൈ ചെയ്യുന്നു. ആ നൗണിന്റെ മുന്നിൽ വന്ന അഡ്ജക്റ്റീവാണ് ഏത്? സ്നോ ക്ലാഡ്. പിന്നെ
ഹോട്ട് സൂപ്പ്, സൂപ്പാണ് നൗണ്, അത് ചൂടുള്ള സൂപ്പ്, ഹോട്ട് അത് മോഡിഫൈ ചെയ്ത അഡ്ജക്റ്റീവ് ആണ്. പിന്നെ കോൾഡ് ക്ലൈമറ്റ്, ക്ലൈമറ്റിന്റെ വിശേഷണമാണ് ഏത്, കോൾഡ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആൻ അഡ്ജക്റ്റീവ് വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ ദ വെർബ്, വെർബിന് ശേഷം വരിക ഉണ്ടോ. ആൻ അഡ്ജക്റ്റീവ് വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ ദ വെർബ്, ആഫ്റ്റർ ദ വെർബ് എന്ന് പറയുമ്പോൾ നൗണ് കഴിഞ്ഞ് വെർബ് വരും, നൗണ് കഴിഞ്ഞിട്ട് വെർബ്, ആ വെർബും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അഡ്ജക്റ്റീവ് വരുന്നു. ഓർ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ പ്രെഡിക്കേറ്റ്, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞൊരു സെന്റൻസിനെ സംബന്ധിച്ച് രണ്ട് ഭാഗമാണുള്ളത്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്രെഡിക്കേറ്റ് ആയിട്ട് അഡ്ജക്റ്റീവ് വരിക, അല്ലെങ്കിൽ വെർബിന് ശേഷം വരിക, അതിനാണ് നമ്മൾ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ദ സൂപ്പ് ഈസ് ഹോട്ട്, അതായത് സൂപ്പ് എന്ന നൗണ്, അതിനുശേഷം ഈസ് എന്ന വെർബ്, ആ വെർബിന് ശേഷമാണ് ഏത് വന്നത്, ഹോട്ട് വന്നത്. അപ്പൊ പ്രെഡിക്കേറ്റീവ് ആണ്, അതായത് പ്രെഡിക്കേറ്റ് ആണല്ലോ, ഈസ് ഹോട്ട് എന്നുള്ള പ്രെഡിക്കേറ്റ് ആണ്, അപ്പൊ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. അതുപോലെ തന്നെ ദ ചൈൽഡ് സീംസ് ഹാപ്പി, ദ ചൈൽഡ് സീംസ് ഹാപ്പി, ഇവിടെ സീംസ് എന്ന വെർബിന് ശേഷം ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് വന്നു, ചൈൽഡിനെ മോഡിഫൈ ചെയ്തിട്ട്, അതുകൊണ്ട് പ്രെഡിക്കേറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നോക്കൂ, അഡ്ജക്റ്റീവ് യൂസ്ഡ് ഓൺലി ഇൻ ആട്രിബ്യൂട്ടീവ് പൊസിഷൻ. ഇനി ചില അഡ്ജക്റ്റീവ്സ് അതായത് ആട്രിബ്യൂട്ടീവ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കൂ, ചിലത് അതായത് നാമത്തോട് ചേർന്ന് അല്ലെങ്കിൽ നാമത്തിന്റെ മുൻപിൽ, ഏത് നാമത്തെയാണോ മോഡിഫൈ ചെയ്യുന്നത് ആ നാമത്തോട് ചേർന്ന് നാമത്തിന്റെ മുൻപിൽ മാത്രം ഉപയോഗിക്കുന്നത്. എക്സാമ്പിള് ഓൾഡ് ഫ്രണ്ട്, എൽഡർ സണ്ണ്, എൽഡസ്റ്റ് ഡോട്ടർ, മെയിൻ പ്രോബ്ലം, മേജർ സർജറി, ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരിക്കലും ഇത് നമ്മൾ വെർബൊക്കെ ചേർത്തിട്ട് പിന്നെ മേജർ സർജറി, നമ്മൾ സർജറി ഈസ് മേജർ എന്ന് നമ്മൾ പറയില്ല, കാരണം ഇത് ഈ രീതിയിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ് ഇത്. എന്നാൽ അഡ്ജക്റ്റീവ്സ് യൂസ്ഡ് ഓൺലി ഇൻ പ്രെഡിക്കേറ്റീവ് പൊസിഷൻ, എന്നാൽ പ്രെഡിക്കേറ്റീവ് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നതുണ്ട്, പ്രെഡിക്കേറ്റീവ് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നത്, അതായത് വെർബിന് ശേഷം. എക്സാമ്പിൾ ഹി ഈസ് അസ്ലീപ്പ്, ഹി ഈസ് അസ്ലീപ്പ്, ഇതൊരിക്കലും നമ്മൾ ചേർത്ത് പറയില്ല. ഏതാണ് അഡ്ജക്റ്റീവ്, അസ്ലീപ്പ്. ഷി ഈസ് അഫ്രൈഡ്, ഷി ഈസ് അഫ്രൈഡ്. ഇനി നോക്കൂ, when a noun is modified by a number of adjectives. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസൊക്കെ ഒരു നാമത്തിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് വരിക, ഒരു നാമത്തിന്റെ കൂടെ ഒരു നാമം, അതിനെ മോഡിഫൈ ചെയ്യാൻ ഒരു അഡ്ജക്റ്റീവ്. ഇനി അങ്ങനെയല്ല, ഒരു നാമം, ആ നാമത്തെ മോഡിഫൈ ചെയ്യാൻ എ നമ്പർ ഓഫ് അഡ്ജക്റ്റീവ്സ്, അതായത് ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. നാമത്തിന്റെ അടുത്ത് ആദ്യം ഏത് അഡ്ജക്റ്റീവിനെ പറയണം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻപ് പഠിച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ ഡെമോൺസ്ട്രേറ്റീവ് ഉണ്ട്, പൊസസീവ് ഉണ്ട്, പാർട്ടിസിപ്പിയൽ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരു നാമത്തിന്റെ വിശേഷണമായിട്ട് ഇതിൽ നിന്നും ഒരു 2-3-4 വന്നു വിശേഷണമായിട്ട്. അതായത് നല്ല തടിച്ച, നല്ല ആരോഗ്യമുള്ള, സ്ട്രോങ് ആയ, വെളുത്ത ഒരു മനുഷ്യൻ, അല്ലെ, മനുഷ്യന്റെ വിശേഷണം. അപ്പൊ ഇതുപോലെ എ നമ്പർ ഓഫ് അഡ്ജക്റ്റീവ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ദ ഓർഡർ. നമ്മൾ ഈ ഓർഡർ ഫോളോ ചെയ്യാം. ഏതാണ് ഓർഡർ? ഫോളോ ദ ഓർഡർ നമ്പർ ഓർ ക്വാണ്ടിറ്റി. ആദ്യം എന്ത് ചെയ്യാം, നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി എഴുതുക. അത് കഴിഞ്ഞിട്ട് സൈസോ വെയിറ്റോ ഉണ്ടെങ്കിൽ അത് എഴുതുക, സൈസോ വെയിറ്റോ. അത് കഴിഞ്ഞിട്ട് കളർ എഴുതുക, അത് കഴിഞ്ഞിട്ട് കളർ എഴുതുക. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ മഞ്ജു, മഞ്ജു ഹാസ് ലോങ് തിക്ക് ബ്ലാക്ക് ഹെയർ.
അല്ലെ? ഇവിടെ ഹെയറിന്റെ വിശേഷണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞത് ഏതാ പറഞ്ഞത്? ബ്ലാക്ക് ഹെയർ, ബ്ലാക്ക് ആണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്നത് പ്രെഡിക്കേറ്റീവ് രീതിയിലാട്ടോ, പ്രെഡിക്കേറ്റീവ്. അപ്പൊ നമുക്ക് മഞ്ജു ഹാസ്, ആദ്യം പറഞ്ഞത് നമ്പർ ഓർ ക്വാണ്ടിറ്റി, വലിപ്പത്തെ കാണിക്കുന്നത് ക്വാണ്ടിറ്റി അല്ലെ, അതാണ് ലോങ്. അത് കഴിഞ്ഞൊരു ക്വാളിറ്റി അല്ലെ, തിക്കായിട്ടുള്ള, പിന്നെ നിറം ബ്ലാക്ക്. പിന്നെ നോക്കൂ, വി സോ ടു ബ്യൂട്ടിഫുൾ റെഡ് ബട്ടർഫ്ലൈസ് അല്ലേ? വി സോ ടു, 2 എണ്ണം, ബ്യൂട്ടിഫുൾ ക്വാളിറ്റി, പിന്നെ റെഡ് കളർ ബട്ടർഫ്ലൈസ് അല്ലേ? നമ്മൾ ഈ ഓർഡർ ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ. പലപ്പോഴും ഈ നമ്പർ ഓഫ് അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇതറിയുന്നത് നമുക്ക് സഹായകമായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പതിവ് പോലെ സാധാരണ പറയുന്ന പോലെ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം, കംപ്ലീറ്റ് ആയിട്ട് കണ്ട ശേഷം എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ അറിയുന്ന പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.